ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് വാഗമണ്ണാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. അതിൻ്റെ ആദ്യത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടിട്ട് വേഗം ഇത് വന്ന് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളിപ്പോൾ വാഗമണ്ണാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി നിന്ന ഹോം സ്റ്റേയിലൊക്കെ ഇതാണ് ആ ഒരു ഹോം സ്റ്റേയുടെ വ്യൂ ഉണ്ടോ, കിടിലം വ്യൂ ആണ് ഇവിടുത്തെ. ഞങ്ങൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങും. ഇവിടുത്തെ അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെയൊക്കെ വ്ളോഗായിരിക്കും, ആ വിഷ്വൽസൊക്കെ ആയിരിക്കും ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത്. ഞങ്ങൾ രാവിലെ ഇറങ്ങാൻ പോകും. നേരത്തെ ഇറങ്ങിയാൽ അതെല്ലാം പോയി കണ്ടിട്ട് ഞങ്ങൾക്ക് നേരെ എറണാകുളത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ആദ്യത്തെ വീഡിയോയ്ക്ക് അതിപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ ഒരു പ്ലാൻ ചെയ്ത വ്ളോഗ് അല്ലായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗിനകത്തായിരിക്കും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാൻ പോകുന്നത്. എന്നിരുന്നാലും ആദ്യത്തെ വിഷ്വൽസൊക്കെ നിങ്ങളൊന്ന് അത് പോയി കണ്ടിട്ട് വരണം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നലെ രാത്രി നിന്ന ആ ഒരു ഹോം സ്റ്റേയുടെ, ഞങ്ങൾ ഇന്നലെ വന്ന വണ്ടിയാണ്. സൂപ്പർ വ്യൂ ആയിരുന്നു. ഇത് കണ്ടോ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഓരോ ഫോട്ടോസിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓരോ കഷ്ടപ്പാടുകളല്ല, സത്യം പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങളാണ്. കണ്ടോ, ഇപ്പോൾ കാണിക്കുക ഇവന്മാരൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഞങ്ങളുടെ ആ ഹോം സ്റ്റേ തൊട്ടടുത്ത് തന്നെ മൊട്ടക്കുന്നെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഈ വാഗമണ്ണിൽ തന്നെ ഒരു 5-6 എണ്ണമുണ്ട്. അപ്പം അവിടെ നല്ല ഫാമിലി എല്ലാം വന്ന് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ 3 നാൾ നോക്കിയപ്പോൾ അവിടെ എല്ലാം മൊത്തം ആൾക്കാരാണ്. അപ്പം മൊത്തം ആൾക്കാരുടെ അടുത്ത് പോകാൻ ഒരു മടി. അതുകൊണ്ട് ആൾക്കാരൊക്കെ കുറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാം ഫ്രണ്ടിലുണ്ട്. ഇത് കണ്ടു, ഇതിൻ്റെ മുകളിൽ വരെ നമുക്ക് നടക്കാം. ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് വ്യൂ മൊത്തം കിട്ടും ഇവിടുത്തെ. ചുമ്മാതെങ്ങോ പാറുന്നേ രാവിൽ താരം പോലാണേ, കെട്ടില്ലാത്തി പട്ടങ്ങൾ ചില്ലായി കാറ്റിൽ തട്ടിപ്പോകും ദൂരം. ചുമ്മാതെങ്ങോ പാറുന്നേ രാവിൽ താരം പോലാണേ, കെട്ടില്ലാത്തി പട്ടങ്ങൾ ചില്ലായി കാറ്റിൽ തട്ടിപ്പോകും ദൂരം. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ആൾക്കാർ കൂടി, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് തൊട്ട് ആ മലയുടെ മുകളിലോട്ട്. ഇവിടെ അടുത്താണെന്നാണ് സിദ്ധാർത്ഥ പാലുണ്ണി പറയുന്നത്. പോയി നോക്കാം ഇനി അതിൻ്റെ മുകളിൽ എങ്ങനെയാവും. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വാഗമണ്ണ് തന്നെ തങ്ങൾപ്പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട്. ഭയങ്കര വലിയ പാറ. ഞാൻ അപ്പുറത്ത് വെച്ച് കാണിച്ചില്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക, എല്ലാവരും ഉണ്ട്. ഇവിടെ മഞ്ഞ് കയറുന്ന ഒരു വ്യൂ കാണിക്കാം ഞാൻ. പാറയുടെ തട്ടി ഇങ്ങനെ മുകളിലോട്ട് കയറുന്നുണ്ടോ. ഇതൊക്കെ ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ട് സൂപ്പറാണ്. ഇതിന്റെ മുകളിൽ ഇനിയും കയറാറുണ്ട് കൈ, സൂപ്പർ. ഇതിന്റെ മുകളിൽ ഇനി കണ്ട കവടം വരെ കയറാം. ഈ ആരോമാർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് മുകളിലോട്ട് കയറാനുള്ളത്. അതെന്തായാലും നന്നായി. ഈ ആരോ വഴി കയറിയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. കരിയുന്ന ഒരുത്തിനെ കണ്ടോ, ഇത്രയും തണുപ്പത്ത്.
എല്ലാരും കൂടെ കരിക്കുവാ പാവം. ഇത് കണ്ടോ ഗൈസ്, മഞ്ഞുണ്ടോ? മഞ്ഞല്ല, കൊട. ഗൈസ് ഇതിന്റെ ഈ പാറയുടെ ഇനി ഒരു കുറച്ചും കൂടെ ഉള്ളു. ഇനി വേണ്ട, കുറച്ചും കൂടെ ഉള്ളു. ഇവിടുത്തെ ഒരു വ്യൂ കൊണ്ട് ഞങ്ങൾ നിന്നതാ. മഞ്ഞുണ്ടോ? മഞ്ഞ് കോട. ഇന്നലത്തെ ഒരു ചെറിയ മഴ പെയ്തായിരുന്നു, അതിന്റെ ഈ കോട ഇവിടെ മൊത്തം. ഇവന്മാരുണ്ടോ മഞ്ഞിനെ പിടിക്കാൻ പോവാണ്. അതിന്റെ റൂട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ പാലുണ്ണിയാണ്. എടാ അതിന്റെ ഏതേലും ഇതിനകത്ത് നീ ഇത്ര എടുത്തില്ല. കഴിഞ്ഞ ദിവസം എടുത്തതിനകത്തുനിന്ന് ഏറ്റവും നല്ലൊരു വീഡിയോ പാട്ട് കയറ്റി തരാടാ. സീരിയസ് കേസ്, ഞങ്ങളിപ്പോ തങ്കൾപ്പാറയുടെ ഏറ്റവും മോളി വരെ കയറിയിട്ടുണ്ട്. ഇനി ഒരു ശകലം കൂടെ ഉള്ളൂ, ഒരു പൊട്ടിക്കും ശകലം കൂടെ ഉള്ളൂ. ഇവിടുത്തെ ഒരു മഞ്ഞ് കണ്ടോ? ഇതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇത് കഴിഞ്ഞ് ഞാൻ ഇടാം. മഞ്ഞ് കണ്ടോ? ഇതിന് മുകളിൽ ഇരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പാറ ഇങ്ങനെ നിരന്ന് കിടക്കുക. നിങ്ങൾ ഇത് എപ്പോഴെങ്കിലും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. വാഗമണ്ണൊക്കെ മിക്കവാറുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും പറയാൻ പറ്റത്തില്ല. സൂപ്പറാണ്. ഈ കോവിഡിൻ്റെ സംഭവമൊക്കെ എല്ലാവരും വീട്ടിൽ ഇരുന്ന് ബോറടിച്ചങ്ങ് ആ ഒരു രീതിയിലായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വരണം. വരുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതി, സ്ഥലത്ത് കൊണ്ടൊന്ന് വൃത്തികേടാക്കല്ല. ഇപ്പോൾ നേരത്തെ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ ഇടുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ മാസ്ക് ഇടുന്നതാണ്. അപ്പോൾ ഞാൻ വരുന്ന ഒരു കുറേ കണ്ട് ചുമ്മാ ഇങ്ങനെ മാസ്ക് എറിയുന്നത്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച സാധനം എവിടെയും നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ അതുപോലെ നല്ല എവിടെയെങ്കിലും കൊണ്ട് കളയാനല്ല. ചുമ്മാ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് ഞാൻ ആരും വന്ന് എടുക്കത്ത് പോലും ഇല്ല. ഇത്ര നാളും പ്ലാസ്റ്റിക് ആയിരുന്നു, ഇനിയിപ്പം മാസ്കാണ് നമുക്ക് കാണാൻ പോകുന്നത്. കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മഞ്ഞ് തപ്പി ഇറങ്ങിയതാണ്. മഞ്ഞ് തപ്പി വാഗമൺ വരെ വന്നിട്ട് നമ്മൾ മഞ്ഞ് തപ്പാതെ പോകുന്നൊരു രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ പാറ, തങ്ങൾപ്പാറയുടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ കയറി ചുമ്മാ ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ. ഇത് കണ്ടോ? സത്യം പറഞ്ഞാൽ മഞ്ഞല്ല, ഇത് കോടയാണ്. സൂപ്പറാണ്. വണ്ടിയൊക്കെ വരുന്നത് കാണത്ത് പോലും ഇല്ല. വണ്ടിയൊക്കെ വരുന്നത് അടുത്ത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ മഞ്ഞ് തപ്പി ഒരു സ്ഥലത്ത് കയറി. അവിടെ കുറേ ഇങ്ങനെ പാറകളൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കിടിലം ഞങ്ങളൊരു കിടിലം വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത്രയും പോച്ച ഇവിടെ ഉള്ളപ്പോൾ നിന്റെ കയ്യിരിക്കുന്നു. ഇവിടെ അതിനെ വിളിക്കടാ. ബാബാ
അതിന് മലയാളം അറിയത്തില്ലല്ലോ വിളിക്കാനും ബാബ എന്ന് പറഞ്ഞ. എടുത്ത് ഫോട്ടോ ആക്കടാ. പാലുണ്ണിയും പശു കഴിച്ച്. അപ്പോൾ ഞങ്ങൾ ആ നേരത്തെ കണ്ട ആ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു അടച്ചിട്ടേക്കുന്ന പോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു പഴയ ബിൽഡിംഗ് ഒക്കെ. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ തേയിലത്തോട്ടവും അതിൻ്റെ നടുക്കൊരു മഞ്ഞൊക്കെ സൂപ്പർ സംഭവമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ചാടി കയറാമെന്നൊരു ചെറിയ പ്ലാൻ ഇട്ട്. അപ്പോൾ ഞങ്ങൾ ചാടി കയറാൻ ഒത്തിരി പാടൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ഈ നമ്മുടെ പശുവിനൊക്കെ ഈ കാലിത്തൊഴുത്ത് പോലെ എന്തോണ്ടൊരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുവഴി നല്ല നൈസായിട്ട് കയറാൻ പറ്റും. നമുക്കൊന്ന് കയറി നോക്കാം. അതെ, അതിൽ ചാടുന്ന അമ്മമാരെ കണ്ടോ? ഒരു സൂപ്പർ ലൊക്കേഷൻ കേട്ടോ. ഇതൊക്കെ അടച്ചിട്ടേക്കുന്നത് എന്തോത്തിനാണോ എന്തോ. അത് വേണേ ശിവന്മാർക്ക് അഡ്വഞ്ചർ വേണം പോലെ. അഡ്വഞ്ചർ ഏതോ ഒരു പ്രോപ്പർട്ടി കയറി അനുമാർ അഡ്വഞ്ചർ ഉണ്ടാക്കുന്നു. ഇവന്മാരെയൊക്കെ താണ്ട് എവിടാന്ന് അറിയത്തില്ല, ചാടി കയറും. നല്ല വൈബുണ്ട് ഇവിടെ, നല്ല രസമുണ്ട്. ഇതുണ്ട്, ഇതിന് നടുക്കൊരു അരുവി പോലൊക്കെ ഉണ്ട്. കണ്ടോ, ഇതുവഴിയൊന്നും അങ്ങനെ ഒത്തിരി ആൾക്കാർ പോകുന്ന വഴിയല്ല. കണ്ടോ, അവിടെ ഒരു വലിയ മലയുണ്ട്, ഇത് കാണത്തില്ല. പക്ഷെ ഇത് ഞങ്ങൾ ആ മോളിൽ മറ്റേ തങ്ങൾപ്പാറയുടെ മോളിൽ നിന്ന് കണ്ടായിരുന്നു ഒരു ചെറിയ ചെക്ക് ഡാം പോലത്തെ ഒരു സംഭവമൊക്കെ. അതാണ് ഈ സംഭവം. ഇത് അറിഞ്ഞുകൊണ്ടൊന്നും കയറിയല്ല, ചുമ്മാ ഇങ്ങനെ കയറിയപ്പോൾ കണ്ടത്. ഞങ്ങൾ അട്ടയൊക്കെ കടിച്ചത് ഇതേ ഗോപി നിരങ്ങി വീഴാൻ പോകുന്നു. ടെൻറ്റിൻ്റെ അവിടെ ഇതേ പങ്കരം പോകുന്നു. ഇതേ വ്ളോഗർ എന്നെ ഇട്ടിട്ട് പോകുന്നു. ഞാനിവിടെ ദേ ഒറ്റയ്ക്ക് നിൽക്കുന്നു. നിരങ്ങാതെ നോക്കിയാൽ മതി. നോക്കിയാൽ അവന്മാർ കയറിപ്പോയി. ഞാൻ ഫണ്ട് എടുക്കട്ടെ. ഇവിടെ മൊത്തം അട്ടയാ. അങ്ങ് മറ്റേ കൂടി തിരിച്ചാവാൻ എടുത്ത. Few moments later. ഞങ്ങളപ്പം വാഗമൺ ഇവിടെ നമ്മുടെ DTPCയുടെ ഒരു സൂപ്പർ സ്പോട്ടുണ്ട്. ഇതിനകത്ത് കുറേ റിസോർട്ട് പോലെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ അത് റെഡ് അലേർട്ടൊക്കെ ആയതുകൊണ്ട് അവരത് ഞങ്ങളെ അകത്ത് കയറ്റിയിട്ടില്ല. അത് അടച്ചേക്കുക, 2 ദിവസത്തേക്ക് അവധിയാണ്. അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പം ഇനി ഇവിടെ വേറെ വലിയ സ്പോട്ട്. അപ്പം കഴിച്ച് ഇനി നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ മെയിനായിട്ടുള്ള എല്ലാ സ്പോർട്സും പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പം ഇനി അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ അതുമല്ല, പിന്നെ റെഡ് അലേർട്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാം തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാനിപ്പം ഈ കാറിനകത്ത് തന്നെ വെച്ച് ഇവിടെ തന്നെ വെച്ച് എൻഡ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്കപ്പം അടുത്ത വീഡിയോയ്ക്ക് കാണാം. തങ്ങളെ ഞാൻ ഇച്ചിരി തള്ളിയായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ നീ.